സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പരസ്യമാക്കി കൊടിക്കുന്നിൽ സുരേഷ് എം പി. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. കെപിസിസി ആസ്ഥാനത്തുള്ള അധ്യക്ഷരുടെ ചിത്രങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകും. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അത് പരിശോധിക്കും. അതുപോലെ തന്നെ UDFന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 36 കോൺഗ്രസ് KPC പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ നിരയിൽ തീർച്ചയായും ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായും അടൂർ പ്രകാശ് UDF കൺവീനറായും ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പ്രതികരണങ്ങൾ കൊണ്ടും അത് ശ്രദ്ധേയമായി മാറുകയായിരുന്നില്ലേ? എന്തൊക്കെയാണ് ചടങ്ങിൽ കണ്ടത്? സുജയ പാർവതി, ഒരുപക്ഷെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. ഒന്ന്, 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഏറ്റവും കരുത്തുറ്റ നേതൃത്വം വരുന്നു എന്നതാണ് അവർ ആവേശം. കാരണം ലളിതമായ ചടങ്ങെന്ന് പറഞ്ഞ ഒടുവിൽ പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു നേതാക്കളെ വരവേൽക്കാനടക്കം. അങ്ങനെ നിറഞ്ഞ സദസ്സിലാണ് സണ്ണി ജോസഫും സഹഭാരവാഹികൾ വർക്കിംഗ് പ്രസിഡന്റുമാരായി 3 പേരും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെ ചുമതലയേറ്റത്. ഇന്നവർ ദില്ലിക്ക് തിരിക്കുകയാണ്. നാളെ ദില്ലിയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഐക്യത്തിന്റെ കാഹളം മുഴക്കുകയാണ്. അതിനൊപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചില ചർച്ചകളും പ്രധാനപ്പെട്ട ചില ചർച്ചകളും യോഗത്തിൽ നടക്കും. ഇനിയും പുനഃസംഘടന പൂർത്തിയാക്കാനുണ്ട്. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ട്രഷററും അടങ്ങുന്ന വലിയ കമ്മിറ്റിക്ക് രൂപം നൽകണം. അത് അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കമാണ്. അതിനുവേണ്ടി മുതിർന്ന നേതാക്കൾ സഹകരിക്കണമെന്ന നിർദ്ദേശം നാളെ ചേർന്ന യോഗത്തിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്. KPC അധ്യക്ഷ പദവി K.സുധാകരൻ ഒഴിഞ്ഞ് K.സുധാകരന്റെ കണ്ണൂരിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ പദവി സമാനമായി പിൻഗാമിയായി എത്തിയ നേതാവ് കൂടിയാണ് സണ്ണി ജോസഫ്. സമാനമായി തന്നെയാണ് KPCC പദവി K.സുധാകരൻ ഒഴിയുമ്പോൾ പിൻഗാമിയായി സണ്ണി ജോസഫ് എത്തുന്നത്. മിതത്വമുള്ള നേതാവെന്ന ഒരു പരിവേഷമാണ് കോൺഗ്രസിനകത്ത് സണ്ണി ജോസഫിനുള്ളത്. വലിയ ഉത്തരവാദിത്വം സണ്ണി ജോസഫിനും പുതിയ ടീമിനുമുണ്ട്. അവർ എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് നേതൃത്വം ഏറ്റെടുത്ത് ഇന്ന് മുന്നോട്ട് പോകുന്നത്. സുജയ. ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.